മുതലാളിയെ അനുസരിച്ചില്ലെങ്കിലേ കൊന്നു കുഴിച്ചു മൂടിക്കളയും ഞാൻ. ഒരുത്തനും എന്നോട് ചോദിക്കില്ല. തെറ്റ്. രോഹിണിക്ക് ചോദിക്കാൻ ആരുമില്ലാന്ന് വിചാരിക്കരുത്. കൂടുതൽ അക്രമം കാണിച്ചാല് ഈ നാട്ടിൽ ഒന്നും നടക്കില്ല വിനയ മുതലാളി. രോഹിണി ഇപ്പോഴും സ്വതന്ത്രയായ ഒരു പെൺകുട്ടിയാ. ആരുടെയും ഭാര്യയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ നീ പറയാൻ വന്ന ഈ പോലീസ് നിയമമൊന്നും ഇവരെ ഒന്നും ചെയ്യില്ല. കാരണം രോഹിണിയുടെ രക്ഷകർത്താക്കളാ ഇവര്. സ്വന്തം അമ്മാവനും അമ്മായിയും. രോഹിണി, ഞാനിപ്പോ ഇവിടെ നിന്നാ ശരിയാവില്ല. പോയിട്ട് പിന്നെ വരാം. മാല എവിടെ പണേ? ഹലോ, നമ്മുടെ ഹീറോ ഒന്ന് നിന്നേ. നീ എന്ത് കാര്യത്തിന് വേണ്ടി എന്നോട് മത്സരിച്ചോ അതേ കാര്യത്തില് ഞാൻ നിന്നെ തോൽപ്പിക്കുമെന്ന് ഉറപ്പാ വിനയ. രോഹിണിയെ ഈ ജന്മം നിനക്ക് കിട്ടാൻ പോകുന്നില്ലടാ. അലക്സി, നീ വെറുതെ. വേണ്ട. ആശുപത്രി കോറിഡോറിൽ ഇവിടെ വെച്ചൊരു തർക്കം അതൊരു പബ്ലിക് ന്യൂസൻസാ. ഏതായാലും അവളായിട്ട് എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നു. അത് ഞാൻ ശരിക്കും അങ്ങ് മുതലാക്കാൻ പോവാണ്. അവളുടെ ആ ചട്ടമ്പി അമ്മാവനും അമ്മായില്ലേ, അവര് ഞാൻ പറയുന്നതിനപ്പുറം അനങ്ങൂലടാ. ഇന്ന് തന്നെ അവളെയും കൊണ്ട് ഞാൻ അവരെ അവരുടെ നാട്ടിലേക്ക് പറഞ്ഞു വിടും. പിന്നെ നിനക്കവളെ കണി കാണാൻ പോലും കിട്ടില്ലെന്ന് ഉറപ്പാടാ. എടാ വിനയ മുതലാളി, ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. നിനക്കുള്ള യഥാർത്ഥ പണിയുണ്ടല്ലോ, അത് വരാൻ പോകുന്നേയുള്ളൂ മോനെ. അലക്സിൻ നിനക്ക് വേണ്ടി കരുതി വെച്ചത് നിനക്കൊരിക്കലും താങ്ങാൻ പോലും പറ്റില്ല വിനയ. നീ തായം കളിക്കാൻ ഇറങ്ങിയത് അലക്സിയോടാണെന്നുള്ളത് നീ മറന്നുപോയി. അതാണ് നിനക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അപ്പം നടക്കട്ടെ. ആ അമ്മാവനും അമ്മായിക്കും വല്ല നക്കാപ്പിച്ച കൊടുത്ത് സെറ്റിൽ ചെയ്യാനുള്ളതാ. ചെല്ലട്ടെ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.